വിനോദിന്റെ ഓർമ്മയിൽ ഒരു കാലം എന്ന പുസ്തകം അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ പല പല ഓർമ്മകളുടെ ഒരു സമാഹാരമാണ്. ഓരോ വ്യക്തിയുടെ ജീവിതവും നമുക്ക് ഒരു നോവൽ പോലെ കാണാവുന്നതും വായിച്ചു പോകാവുന്നതുമാണ്. ഒരു നോവൽ വായനയുടെ സുഖമാണ് ഓർമ്മയിലൊരു കാലം എന്ന് പറയുന്ന ഈ പുസ്തകം നമുക്ക് തരിക. വളരെ ലളിതമായ ഒരു ആഖ്യാനം, തൊക്കെയുള്ള ചിരപരിചിതമായിട്ടുള്ള ചില കളികൾ, ഭക്ഷണങ്ങൾ, അതുപോലെ തന്നെ ഇടങ്ങൾ, അതൊക്കെ ഇതിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. എണ്ണയിൽ തുപ്പുന്ന ഒരു കുട്ടി ഇങ്ങനെ വലിയ തമാശയായിട്ട് തോന്നി. പപ്പടം കാച്ചുമ്പോൾ അമ്മ വെള്ളം തെളിക്കുന്ന കുട്ടി കാണുന്നുണ്ട്. പപ്പടം കാച്ചി കഴിഞ്ഞിട്ട് എണ്ണ തണുപ്പിക്കാൻ വേണ്ടി വെള്ളം തെളിക്കാറുണ്ട്. അപ്പൊ കുട്ടിക്ക് വെള്ളമാണ് തെളിക്കുന്നതെന്നുള്ള ഓർമ്മയില്ല. അതുകൊണ്ട് അയാൾ എണ്ണയിൽ തുപ്പുകയാണ് ചെയ്യുന്നത്. അപ്പൊ അമ്മ എന്തായി കാട്ടിനെ ചോദിച്ചിട്ട് പറയുമ്പോൾ അമ്മയിലെ വെള്ളം തെളിക്കണേ എന്നാ ചോദിക്കുന്ന കുട്ടിക്കാരൻ. അതുപോലെ തന്നെ തട്ടുമ്പുറത്ത് കുട്ടികൾ രണ്ടുപേരും ഏട്ടനും അനിയന്റെയും കൂടി തട്ടുമ്പുറത്ത് ഇരിക്കുമ്പോൾ കാലത്തിന്റെ കാലാവസ്ഥയുടെ മനോഹരമായിട്ടുള്ള ഒരു ചിത്രീകരണമുണ്ട്. ആ തട്ടുമ്പുറത്തിന്റെ കുഞ്ഞു മരയിലുള്ള ജനലിൽ കൂടെ അതൊന്നും ഇപ്പൊ നമുക്ക് കാണാൻ പറ്റില്ല. നമ്മുടെ വാസ്തു മാതൃകതയിലൊക്കെ മോഡേണൈസേഷൻ സംഭവിച്ചു കഴിഞ്ഞിട്ട് പഴയ കാലത്തിന്റെ സൗഹൃദപൂർണമായ സ്നേഹപൂർണമായ വാസ്തു നമുക്ക് ഇപ്പൊ ഇല്ല, അത് ഇല്ലാതെ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ ഒരു കൊച്ച് ജനലയിൽ കൂടെ പുറത്തേക്ക് നോക്കിയിട്ട് കാണുന്ന നിലാവ് പുരണ്ട ആ രാത്രിയുടെ ഓർമ്മ തന്നെയല്ല, അരയാലിലകളുടെ ശബ്ദം കേട്ടുകൊണ്ട് ഉറങ്ങുക. പോയ കാലം ഭൂതകാലിക്കുള്ളിൽ കുറ്റം മാത്രമേ ഉള്ളൂവെങ്കിലും അത് എത്രമാത്രം വില പിടിച്ചതാണ് എന്നറിയാൻ ഇത്തരം ഓർമ്മകളെ ആവാഹിക്കുക എന്നുള്ള ഒരു ദൗത്യം ഈ പുസ്തകത്തിലുടനീളം കാണാനായിട്ട് സാധിച്ചു. എനിക്ക് പുസ്തകം മുഴുവൻ വായിക്കാൻ പറ്റിയിട്ടില്ല, എങ്കിലും വായിച്ചിടത്തോളം ആ ഒരു കുട്ടി മനസ്സിന്റെ മനസ്സ് ഓർത്തെടുക്കുന്ന മുതിർന്ന ഒരു മനുഷ്യൻ, തന്റെ കുട്ടിക്കാലത്ത് ഓർത്തെടുക്കുന്ന മുതിർന്ന ഒരു മനുഷ്യൻ വെറും മൃഗാതുര സ്മരണകൾ മാത്രമല്ല ഉയർത്തുന്നത്, മറിച്ച് ജീവിത മൂല്യങ്ങൾ, നമുക്ക് കൈമോശം വന്നു പോകുന്ന ജീവിത മൂല്യങ്ങളെ കുറിച്ച് ഓർമ്മിപ്പിക്കുക കൂടിയാണ്. ഇതിൽ സാരങ്ങൾ ഒളിപ്പിച്ചു വെച്ചിട്ടുള്ള ഒരു അന്വേഷണം സംഗതി കൂടി വിനോദിന്റെ ഈ പുസ്തകത്തിലുണ്ട്. ഞാനിത് വായിച്ചത് വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് കിട്ടിയ ചില എന്താ പറയാ ഓർമ്മകളുടെ മധുരം എന്നൊന്നല്ല, സമാധാനം, അതാണ് അവർക്ക്. ഇതിലെ ഓരോ ചാപ്റ്റർ കഴിയുമ്പോഴും നമ്മുടെ മനസ്സ് സമാധാനത്തിലേക്ക് യാത്ര ചെയ്യുന്നു. പുസ്തകം തന്ന ആന്തരാർത്ഥത്തെ പറ്റിയാണ്, ആ പുസ്തകം നമുക്ക് തരുന്ന ശാന്തിയെ പറ്റിയാണ്. പ്രിയപ്പെട്ട വിനോദിനെ ഞാൻ പരിചയപ്പെടുന്നത് മാതൃഭൂമിയിലെ ഒരു ജീവനക്കാരൻ എന്ന നിലയിൽ വളരെ അകലെന്നുള്ള പരിചയമുണ്ടായിരുന്നു. പക്ഷെ വിനോദുമായിട്ട് ഞാൻ അടുത്തത് ഒരു വലിയ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് വിനോദം എടുത്തിട്ട് എഫേർട്ട്, അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് വിനോദിനെ എപ്പോ വേണമെങ്കിലും വിളിച്ചാൽ ഈ കാര്യത്തിന് ഉത്തരം പറയാൻ വിനോദിന് സമയം ഉണ്ടാവും എന്ന് പറയുന്ന ആ ഒരു സന്മനസ്, അതാണ് വിനോദിനോട് ഉള്ള എൻ്റെ സൗഹൃദത്തിൽ വന്ന വലിയ ഒരു മാറ്റം. വിനോദിന് എൻ്റെ സ്നേഹം. ഈ പുസ്തകം എല്ലാവരും വായിക്കട്ടെ. വിനോദിന്റെ ഈ പുസ്തകത്തിന് സർവാശംസകൾ നേരുന്നു. വളരെ സന്തോഷം നൽകുന്ന ഒരു ചടങ്ങാണിത്. ശ്രീരാമകൃഷ്ണ കുടുംബവുമായി വളരെയധികം ബന്ധമുള്ള ശ്രീ വിനോദ് പി നാരായണന്റെ ഓർമ്മയിൽ ഒരു കാലം എന്ന മനോഹരമായ പുസ്തകത്തിന്റെ പ്രകാശനം ഇവിടെ നിർവഹിക്കുകയുണ്ടായി. ഒരു ദിവസം സാറിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഈ പുസ്തകമൊക്കെ കണ്ടു കഴിഞ്ഞപ്പോ എനിക്കൊരു മോഹം, ഒരു ബുക്ക് ചെയ്താലോ എന്ന്. ഞാൻ എന്റെ ഓർമ്മകളൊക്കെ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, അപ്പൊ ഒന്ന് അയക്കുന്നുണ്ടോ ഒന്ന് നോക്കി നോക്കുമെന്ന് പറഞ്ഞു. കയ്യൊപ്പം ചെയ്തു. എന്നിട്ട് നിങ്ങളെല്ലാവരും എന്നുള്ള സ്നേഹം കൊണ്ടും എന്നുള്ള മാനസിക അടുപ്പം കൊണ്ടും എന്നോട് എത്തിച്ചേർന്നുകൊണ്ട് വളരെ സന്തോഷം നൽകുന്നു. ആകെ കൂടി അവകാശപ്പെടാനുള്ളത് വളരെ സത്യസന്ധമായ, നിഷ്കളങ്കമായ, വളരെ പച്ചയായ ഒരു കുട്ടിയുടെ ഓർമ്മകളാണ്. ഈ പുസ്തകത്തെ കുറിച്ച് പറയുമ്പോൾ ഇത് കഴിഞ്ഞ 6 മാസമായിട്ടാണ് ഇങ്ങനെ ഒരു പുസ്തകത്തിനെ കുറിച്ചിട്ടുള്ള രൂപമൊന്നും ഉണ്ടായിരുന്നില്ല. എന്തോ ഒരു ബാഹ്യ പ്രചോദനം എന്ന് പറയാം. ഇങ്ങനത്തെ അനുഭവങ്ങളൊക്കെ കുത്തിക്കുറിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കുന്ന തോന്നൽ മനസ്സിൽ വരികയാണ്. ഞാനൊക്കെ കൂടി
എന്റെ വീട്ടിലാണെങ്കിൽ ഇത് നല്ലോണം ഒരുവിധം സാമാന്യം മോശമില്ലാതെ എഴുതുന്ന ഒരാളുണ്ട്, എപ്പോഴും എഴുത്താണ്. അപ്പൊ അതൊക്കെ കൂടി കെട്ടുപോയി ഞാൻ ദിവസം അങ്ങോട്ട് പോയി. പോയി ദിവസം പോണ കൂട്ടത്തിൽ ഇത് കൊണ്ട് കാണിച്ചു. അപ്പോ എനിക്ക് ആളെ ഞെട്ടിക്കാൻ കഴിയുന്നതാണ് എനിക്ക് വേറെ സന്തോഷം. ആളെ ഞെട്ടിപ്പോയി കണ്ടു. ഞാൻ വളരെ സംശയത്തില് മാഡത്തിനെ വിളിച്ചു. ഞാൻ മാഡം എനിക്കൊരു ചെറിയൊരു അബദ്ധം പറ്റിയിട്ടില്ല. എന്താ ഞാനൊരു പുസ്തകം എഴുതി, മാഡം ഒന്ന് വന്നിട്ട് ചായ കുടിക്കാൻ വരുമോ? അല്ല, എനിക്ക് സന്തോഷം എഴുതുവാൻ ഞാൻ എന്തായാലും പറയാനുള്ളൂ. എനിക്ക് ഉണ്ടായ സന്തോഷം പറഞ്ഞയക്കണം. മാഡം ഇവിടെ വന്നതിലും ഈ പ്രകാശനത്തിൽ പങ്കെടുത്തതിലും അതിയായ സന്തോഷം, കടപ്പാട് ഒരിക്കലും ഞാൻ ഇത് മറക്കില്ല. പിന്നെയുള്ളത് സ്വാമിജിയാണ്. സ്വാമിജിയോട് ഞാൻ ഒരു ഭയഭക്തി ഒന്നും നേരെ കാണിച്ചിട്ടില്ല. ഞാൻ എന്റെ കൂട്ടുകാരോട് സംസാരിക്കാൻ സംസാരിക്കാൻ അങ്ങനെ ഒന്നും കാണിക്കാറുണ്ട്. അതുകൊണ്ടാണ് സ്വാമിജിയോട് ഞാൻ പറഞ്ഞു, സ്വാമിജി ഞാനും പുസ്തകം എഴുതാണ്. വിനോദ്, എന്റെ ഈ ജീവിതത്തിലെ ഈ വൈഫ് 4 പുസ്തകം എഴുതിയിട്ട് 4 പുസ്തകത്തിനും സ്വാമിജിയാണ് എന്റെ അനുഗ്രഹപ്പെട്ടു ഇത് എഴുതിയത്. കൂടാതെ 4 പ്രകാശനം ചെയ്ത് സ്വാമിജിയാണ്. സ്വാമിജിയും സന്തോഷത്തോടെ പറഞ്ഞാലും വരാം. വളരെ സന്തോഷമായി. ഇത് 2 ആൾ ഉറപ്പായി. ഞാൻ പിന്നെ ഇതിനൊരു ആമുഖം എഴുതാനായിട്ട് നമ്മുടെ ഹരിനാരായണനോട് ഒന്ന് വിളിച്ചു. ഹരി പറഞ്ഞു, ആ വിനോദത്തെ എന്താ, ഞാൻ എന്തായാലും എഴുതിത്തരാം, എനിക്ക് സമയത്തിന്റെ കുഴപ്പമില്ല, ഞാൻ എഴുതിത്തരാം. ഹരി മുഴുവൻ ഒരു രാത്രി കൊണ്ട് വായിച്ചിട്ട് ഹരി എഴുതിത്തന്നു. ഇത് പോകണ പോക്ക് വലിയ കുഴപ്പമില്ലെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ദിവസം ജയരാജാരുടെ കണ്ടപ്പോൾ ജയരാജാരുടെ ചേട്ടാ, ഞാനും ഈ പുസ്തകം എഴുതുന്നുണ്ട്, എന്തെങ്കിലും 2 വാക്ക് പറഞ്ഞ് 4 ആൾക്ക് അയച്ചു കൊടുക്കാം, ആരെങ്കിലും പുസ്തകം വാങ്ങിച്ചാൽ മെച്ചല്ലേ. അതിൽ വിനോദം ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു. ഓ ശരി, വീഡിയോ ഗംഭീര വീഡിയോ അദ്ദേഹം ചെയ്തു. അത് രസകരമായിട്ട് എനിക്ക് അയക്കാൻ പറ്റിയ ആൾക്കാർക്ക് വളരെ ആളുകളുടെ ഇടയിലേക്ക് അത് എത്തിപ്പെട്ടു. ഇപ്പൊ എഴുതി കഴിഞ്ഞപ്പോ ഉണ്ടായ ചില കാര്യങ്ങൾ, ഇന്നലെ തന്നെ ഉണ്ടായ കാര്യം എന്റെ അടുത്ത ആൾ പറഞ്ഞത്, നിങ്ങൾ ഇതെല്ലാം ഭാര്യയെ കൊണ്ട് എഴുതിച്ചു അല്ലേ ചോദിച്ചു. കുഴപ്പമില്ല, പക്ഷെ ഒരു കാര്യം, നിങ്ങളിത് പുസ്തകം വായിച്ചു നോക്കി, വായിച്ചു നോക്കിയിട്ട് ആ ലെവലൊന്നും മനസ്സിലാക്കി കഴിഞ്ഞാൽ മനസ്സിലാക്കില്ല. വേറൊരു വ്യക്തിഗത എന്റെ വീട്ടില് എന്നൊരു കാര്യം പറഞ്ഞെന്ന് വെച്ചാല് വളരെ പ്രോത്സാഹനങ്ങളൊക്കെയാണ് സംസാരിച്ചത്. എന്താ വെച്ചാൽ ഇനിയുള്ളത് 15 വയസ്സിന് ശേഷമുള്ളത് എഴുതുന്നു. അപ്പൊ ഞാൻ എത്ര വരെ 30 വരെ എഴുതിയത് ഏകദേശം കാര്യങ്ങളൊക്കെ കിടന്നു പിടികിട്ടി. കാരണം ഞാനിപ്പോ സ്ഥിരമായിട്ട് 9 മണിക്ക് കിടന്നു നടന്നതാണ്. അത് ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് എനിക്ക് മനസ്സിലായി. ഞാൻ ആലോചിക്കേണ്ട കാര്യങ്ങൾ. കൂടാതെ വേറൊരു വ്യക്തി എന്റെ അടുത്ത് പറഞ്ഞത്, എന്റെ ഓഫീസിലൊരു മഹാനാണ്, എന്നെ വെല്ലുവിളിക്കുന്നത് ആളുകൂടി ഉണ്ട്. പുള്ളി എന്നെ വെല്ലുവിളിച്ച് പറഞ്ഞു, ധൈര്യം ഉണ്ടെങ്കിൽ സത്യസന്ധമായിട്ട് നിങ്ങൾ 30 വയസ്സിൽ നിന്ന് എഴുതി, ഞാൻ വായിക്കട്ടെ. അങ്ങനെ വായിക്കേണ്ടതെന്ന് ഞാൻ വിചാരിച്ചു. എന്തായാലും ഇതൊക്കെ ഞാൻ വളരെ സ്നേഹപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ എടുക്കാറുണ്ട്. എനിക്ക് അടുത്തുണ്ടായ ഒരു സന്തോഷം എന്താ വെച്ചാൽ, ഞങ്ങൾ 4 ദിവസം മുന്നേ എന്റെ വൈഫിന്റെ 4ാമത്തെ പുസ്തകം ഭാഗ്യവശാല് തിരുവനന്തപുരം കവടിയാർ കൊട്ടാരത്തിൽ എത്തിക്കാൻ സാധിച്ചിരുന്നു. അപ്പൊ തമ്പുരാട്ടി ഞങ്ങളോട് ഒരു ദിവസം എന്തായാലും വരണം, നേരത്തെ പറഞ്ഞാൽ മതി. അങ്ങനെയൊക്കെ ഒരു അപ്പോയിന്റ്മെന്റ് ഒക്കെ സംഘടിപ്പിച്ച് മെയ് 1-ാം തീയതി തിരുവനന്തപുരത്ത് പോയി. 2 ദിവസം മുന്നേ ഇവര് 2 ആളും കൂടി ഭയങ്കര സംസാരമാണ് പുസ്തകത്തെ കുറിച്ചിട്ട്, മറ്റേ ഭക്തിയെ കുറിച്ചിട്ടൊക്കെ. ഞാൻ അങ്ങനെ കുറെ നേരം അങ്ങോട്ട് കൂടെ ഒക്കെ നോക്കി, ഞാൻ ഇടയിൽ എന്തൊക്കെയോ പറഞ്ഞെങ്കിൽ ഇരിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോ ഞാനും കണ്ടായിട്ട് ഞാനൊരു പുസ്തകം പുസ്തകമൊക്കെ അപ്രതീക്ഷിതമായിട്ട് എനിക്ക് തോന്നി, എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു അതിന്റെ പുസ്തകത്തിന്റെ പ്രകാശനത്തിന് വരാൻ. ഞാൻ ശനിയാഴ്ച ആണെങ്കിൽ ഞാൻ തൃശ്ശൂരുണ്ട്.
തൃശ്ശൂര് ശനിയാഴ്ച ഉണ്ടായതുകൊണ്ട് നമ്മള് ബാക്കിയുള്ള കാര്യങ്ങളും നേരത്തെ പ്ലാൻ ചെയ്തായിരുന്നു. പക്ഷെ മുരാരി പറഞ്ഞപ്പോൾ എനിക്കുണ്ടായ സന്തോഷം വളരെ വലുതാണ്. ഞാൻ പണ്ടുമായിട്ട് എൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ചെറിയ ചെറിയ കാര്യങ്ങൾ വലിയ വലിയ സന്തോഷങ്ങൾ കണ്ടെത്തുന്നത്. എന്ത് കാര്യവും ഈ ചെറിയ ചെറിയ സംഭവങ്ങളാണ്. എന്തെങ്കിലും സാധനം വാങ്ങണമെങ്കിൽ ഏറ്റവും ചെറിയ സാധനം വാങ്ങാൻ എനിക്ക് താല്പര്യം. ബാക്കിയുള്ള എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കുകയാണെങ്കിൽ കുട്ടി കുട്ടി സാധനങ്ങൾ ഞാൻ വാങ്ങുള്ളൂ. വലിയ വലിയ സാധനങ്ങൾ എനിക്ക് വലിയ താല്പര്യമില്ല. അപ്പൊ എല്ലാവരുടെയും ഒരു സ്നേഹവും പിന്നെ ഇങ്ങനെ ഒരു പരിപാടി നടത്തണമെന്ന് പറഞ്ഞപ്പോ എല്ലാവരുടെയും ഒരു ഞങ്ങൾ ഉഷാറാക്കി തരാമെന്ന് പറയുന്ന ഒരു വാക്കുകളാണ് എന്റെ ഒരു കാര്യം. കുടുംബത്തോട് ഒരിക്കലും നന്ദി പറയുന്ന സ്വഭാവം എനിക്കില്ല. അതുകൊണ്ട് നന്ദി എന്നുള്ള വാക്ക് പ്രയോഗിക്കുന്നില്ല. എന്റെ ഈ എന്താ പറയാ വികൃതികൾ എന്ന് പറയാൻ പറ്റില്ല. ഇങ്ങനത്തെ പ്രത്യേകിച്ച് കഴിഞ്ഞ ഒരു കൊല്ലമായിട്ട് എനിക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം വെച്ചാൽ ഞാനിങ്ങനെ ഈ സാഹിത്യം, കല, സ്പോർട്സ് എല്ലാറ്റിലും ചാടി വീഴുന്നുണ്ട്. എന്താണെന്ന് എല്ലാറ്റിലും ചാടി വീഴുക, കൈ നോക്കാന്നുള്ള മറ്റുള്ളവരുടെ പോക്ക്. അപ്പൊ ഈ വിക്രികളൊക്കെ കുടുംബത്തോട് പറയുന്നത്, ഈ വിക്രികളൊക്കെ ഞാൻ ഇങ്ങനെ തുടരും ഒക്കെ അവരെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് എന്റെ ഏറ്റവും വലിയ ബലം. നിങ്ങളെല്ലാവരും ഇപ്പൊ മടുത്തു തുടങ്ങിയിട്ടുണ്ടാവും. ഞാൻ ഇപ്പൊ നിർത്താം. അതിന് മുന്നേ നിങ്ങൾ എല്ലാവരും ഇവിടെ വന്നതിന് ഒരു ചെറിയ ശിക്ഷ നിങ്ങൾക്ക് തരാൻ ഞാൻ എന്താ വെച്ചാൽ കഴിഞ്ഞ ഒരു കൊല്ലമായിട്ട് എന്റെ മനസ്സിൽ ഒരു കുട്ടിക്കാലത്തുള്ളൊരു വലിയൊരു ആഗ്രഹമായിരുന്നു എനിക്കൊരു പാട്ട് പാടണമെന്ന്. സ്റ്റേജിൽ കയറിയിട്ട് പാടുന്നതാണ്. അതിന് അവസരം എനിക്ക് കിട്ടിയിട്ടായിരുന്നു. ഞാൻ ഇങ്ങനെ നോക്കിയെടുക്കരുത്. കഴിഞ്ഞ മാർച്ച് 12 മാതൃഭൂമിയുടെ പിറന്നാളാഘോഷത്തിന് ഒരുവിധം ഈ പറഞ്ഞ ഈ എന്താ പറയാ ബാഹ്യമായ ഇടപെടലിൽ എന്നെ തള്ളി സ്റ്റേജിനോട് കയറ്റി. ഞാനൊരു കുട്ടിക്കാലത്ത് കേട്ടിരുന്നൊരു പാട്ട്, ദുഃഖഗാനാണ്, എപ്പോഴും ദുഃഖഗാനം പാടാണ് എന്റെ പരിപാടി. അത് ഞാൻ പാടി. പക്ഷെ അത്ഭുതം എന്ന് പറയട്ടെ, കുറെ ആൾക്കാർ പറഞ്ഞു കുഴപ്പമില്ല കേട്ടോ. അന്ന് തുടങ്ങിയതാണ്. വീട്ടില് സാധകം ചെയ്ത ദിവസം പാട്ടുള്ള പാട്ടുണ്ടോ സഹിക്കുന്നതിനൊക്കെ ഒരു പരിധിണ്ടെന്ന് അറിയാന്നാലും ഞാൻ ഇന്നും പാടും. അത് കേട്ടിട്ട് നിങ്ങൾ പോയി സാധകം ചെയ്യാൻ കറക്റ്റായിട്ട് ചെയ്യാത്ത ചില ഡിഫക്ട്സ് ഉണ്ടാവും. എങ്കിലും 4 പേര് ഞാൻ എനിക്ക് വേണ്ടി അത് കഴിഞ്ഞത് നമുക്ക് ആശ്വസിക്കാനായിട്ട് ചായ കുടിച്ചിട്ട് തിരിയും. हमें तुमसे प्यार कितना ये हम नहीं जानते, मगर जी नहीं सकते तुम्हारे बिना। हमें तुमसे प्यार कितना ये हम नहीं जानते, मगर जी नहीं सकते तुम्हारे बिना। हमें तुमसे प्यार. ഈ പരിപാടി ഭംഗിയാക്കി എല്ലാവരും ഭാഷയിൽ നന്ദി, നമസ്കാരം. ചായ വെച്ചിട്ട് പോകണം. ഇനിയും ഇത്തരം പാട്ടുകൾ എനിക്ക് ഇത് മുഴുവനാക്കി